വന്ധ്യതാ ട്രീറ്റ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഹോർമോണാണ് AMH എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ലോ AMH ഉള്ള കേസിൽ ആയുർവേദ മെഡിസിൻസ് കഴിച്ചാൽ ഓക്കെ ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോ AMH ആയി വന്ന നമ്മുടെ ഒരു പേഷ്യന്റിന്റെ ഓഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എനിക്ക് AMH ലെവലാക്കി നിങ്ങള് പഠിച്ചോന്റെ അതുകൊണ്ടും നിങ്ങളെ മരുന്ന് എനിക്ക് ഭയങ്കര ഇതില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്താ പറയാ, അതിപ്പോ നോർമൽ ആയതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചാണ് ഇങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി നോക്കാം പറ്റിയത് എന്ന് നമ്മളൊന്ന് കരുതാം. അന്ന് എന്നോട് ആ ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് ഉണ്ടായൊരു വിഷമം അതിന് അപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ലേനു. കാരണം ഇതൊരു ഏജ്ഡ് ആവുമ്പോ വരുന്ന സംഭവമാണ്. AMH കുറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഒന്നും കൂടൂലെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് എന്താ പറയാൻ എനിക്ക് അറിയില്ല. അങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. നമ്മുടെ അടുത്ത് വരൽ തുടങ്ങി 2-3 മാസം മരുന്ന് അടിച്ചപ്പോ AMH ഒക്കെ നോർമലായി. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറോട്, എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഡോക്ടറിനെ എനിക്ക് മനസ്സിലായി തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഇപ്പൊ എത്ര AMH ചോദിച്ചു. അതിൽ റിസൾട്ട് ഞാൻ കാണിച്ചെടുത്തു. ഞാൻ ആയുർവേദിക്കിന്റെ മരുന്ന് കുടിച്ചിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞോന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ചിരി ഇങ്ങനെ ചിരിച്ചു. ആ ചിരിന്റെ അർത്ഥം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. AMH അങ്ങനെ കുറഞ്ഞാൽ ഒരിക്കലും കൂടാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് AMH 1.24 അങ്ങനെ എത്ര ഉള്ളു കൊടുത്തുനിന്ന് 4.58 എന്നുള്ള നിലക്കെത്തിയില്ലേ. പിന്നെ ഭയങ്കര സന്തോഷായി. കാരണം ഭയങ്കര എപ്പോഴും ഞങ്ങളോട് പറഞ്ഞില്ലേ AMH കുറഞ്ഞ എനിക്ക് അങ്ങനെ മറ്റേ ഡ്രൈനെസ്സും ഡിസ്ചാർജ് കുറവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വന്ന് ലെവലിലേക്ക് എത്തി. പീരീഡ്സ് ആവല് തുടങ്ങി. അതന്നെ ഭയങ്കരതല്ലേ. 2-3 മാസമായിട്ട് ആവാത്ത പീരീഡ്സ് ആവാത്ത എനിക്ക് പീരീഡ്സ് ആവല് തുടങ്ങി. അതൊക്കെ എനിക്ക് എത്ര ആയാലും എന്താ പറയാ ആ ഒരു ഇത് മാറൂല. കാരണം ഞാൻ എപ്പോഴും എന്റെ അമ്മ എപ്പോഴും പറയും, എന്നാലും അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നപ്പോ അത് കൂടി എനിക്ക് പീരീഡ് ആവല് തുടങ്ങിയാലോ ഇനിയൊക്കെ എല്ലാത്തിനും വഴി ഉണ്ടാവും എന്നറിയമ്മ.